പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മഴയുടേതാകുന്ന ആമേൻ ബുദ്ധിമുട്ടുകൾ പല ജില്ലകളിലും പല മേഖലകളിലും അസഹ്യമായി കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതിയുടെ മേൽ അധികാരം നൽകിയിരിക്കുന്ന കർത്താവിനോട് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ, നെറ്റ് പ്രോബ്ലം വന്നതുകൊണ്ട് ആമേൻ ലൈവ് ഇടയ്ക്ക് നിർത്തേണ്ടതായി വന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി എല്ലാ മേഖലയ്ക്കകത്തും ഒരു അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി കാണുമെന്ന് വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കും? ആമേൻ. ഇന്ന് രാത്രി ഈ ചോദ്യം മാത്രം ചോദിക്കാം. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാനാണോ ജീവിക്കുന്നത്, അതോ ദൈവത്തെ പ്രസാദിപ്പിക്കാനോ? പ്രൈസ് ദി ലോർഡ്. യേശുവിന് വേണ്ടി നിൽക്കാൻ ധൈര്യമുണ്ടോ? ആമേൻ. സത്യം പറയാൻ ധൈര്യമുണ്ടോ? ക്രിസ്തുവിനെ സാക്ഷീകരിക്കാൻ ധൈര്യമുണ്ടോ? പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ വീണ്ടും ധൈര്യപ്പെടുത്തട്ടെ. നിങ്ങൾ ഭയത്തിന്റെ തടവറയിൽ നിന്നും പുറത്തിറങ്ങി ജീവന്റെ വചനങ്ങൾ ലോകത്തോട് പറയുന്ന സാക്ഷികളാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ ഭയപ്പെടുത്തുന്ന സകല മേഖലയ്ക്കകത്ത് നിന്നും ഇന്ന് രാത്രി ആമേൻ സ്വർഗം ചിലരെ പുറത്തെടുക്കുന്ന രാത്രിയായി മാറട്ടെ. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റിക ബാബ ശബനഗദരഗസ് ഓ റക ബാബ ശംതരാധര ദിഗൽകബനഗദരഗസ്. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നവർ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ആമേൻ. ചിലതൊക്കെ സഹിക്കണം. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 33 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം, ഗമാലിയേലിന്റെ ജ്ഞാനപൂർവമായ ഉപദേശം അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഹല്ലേലൂയ സഭാ നേതാക്കൾ ക്രോധം കൊണ്ട് നിറഞ്ഞുവെന്ന് വായിച്ചു. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരെ ഒടുക്കിക്കളവാൻ ഭാവിച്ചു. അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തു ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ നാളുകൾക്ക് മുമ്പേ ത്യൂദാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ച് ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്ന് കൂടി. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവർ എല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു. അവന്റെ ശേഷം ഗലീലക്കാരനായ യൂദ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ച് അവനും നശിച്ചു. അവനെ അനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി. മതി. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 33 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഗമാലിയേലിന്റെ ജ്ഞാനപൂർവമായ ഉപദേശം ആമേൻ അവിടെ നമുക്ക് കാണുവാൻ കഴിയുക. അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം കേട്ടപ്പോൾ സഭാ നേതാക്കൾ ക്രോധം കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അവിടെ പിന്നീട് കാണുവാൻ കഴിയുന്നത് ആമേൻ അവരെ കൊല്ലുവാൻ പോലും ആലോചിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണേ. ആമേൻ. ദൈവനാമത്തിനു വേണ്ടി നിന്നവരെ കൊല്ലുവാൻ പോലും ആലോചിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഗമാലിയേൽ എഴുന്നേറ്റ് ഒരു വാക്ക് പറഞ്ഞു. അവൻ പറഞ്ഞു, ഈ പ്രവൃത്തി
മനുഷ്യരിൽ നിന്നുള്ളതാണെങ്കിൽ അത് ഇല്ലാതാകും. Praise the Lord. എന്നാൽ ആമേൻ ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്കതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. എത്ര വലിയ സത്യമാ! ദൈവം ആരംഭിക്കുന്ന പ്രവൃത്തിയെ ഒരു മനുഷ്യനും അവസാനിപ്പിക്കുവാൻ കഴിയില്ല. ആമേൻ ദൈവം നിന്റെ ജീവിതത്തിൽ ആരംഭിച്ച രക്ഷയുടെ പ്രവൃത്തിയും ആമേൻ വിശുദ്ധീകരണത്തിന്റെ പ്രവൃത്തിയും അതേ ശുശ്രൂഷയുടെ പ്രവൃത്തിയും അവൻ തന്നെ പൂർത്തിയാക്കും. ഹല്ലേലൂയ. ആമേൻ അവർ അടിയേറ്റു, പക്ഷെ വിശ്വാസം നഷ്ടമായില്ല. അപ്പോസ്തലന്മാരെ വിളിച്ചു, ആമേൻ അതെ അവരെ അടിച്ചു, വീണ്ടും യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. മനുഷ്യന്റെ കാഴ്ചയിൽ അത് തോൽവി പോലെയായിരുന്നു, പക്ഷെ സ്വർഗത്തിന്റെ കാഴ്ചയിൽ അത് വിജയമായിരുന്നു. കാരണം അവരുടെ ശരീരത്തിൽ മുറിവുണ്ടായെങ്കിലും ഹൃദയത്തിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം കുറഞ്ഞില്ല. ഇന്ന് ചിലർ വിശ്വാസ നിമിത്തം പരിഹാസവും ഒറ്റപ്പെടലും അനുഭവിക്കുന്നു. കർത്താവ് അത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ, അവൻ നിങ്ങളുടെ വിശ്വസ്തതയെ മാനിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ സന്തോഷത്തോടെ പോയി. ഇവിടെയാണ് ഈ അധ്യായത്തിന്റെ ഏറ്റവും അത്ഭുതകരമായ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്. വചനം പറയുന്നു, ആ നാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി തീർന്നതിനാൽ അവർ സന്തോഷിച്ചു കൊണ്ടുപോയെന്ന്. ഹല്ലേലൂയ. സാധാരണ മനുഷ്യൻ അപമാനത്തിൽ കരയും. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മനുഷ്യൻ അതിനെ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയായി കാണും. ഹല്ലേലൂയ. ഇത് മനുഷ്യ ശക്തിയല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ആമേൻ. അവർ നിർത്തിയില്ല, അവരെ ഭീഷണിപ്പെടുത്തി, അവരെ അടിച്ചു. എന്നിട്ടും വചനം പറയുന്നു, അവർ എല്ലാ ദിവസവും ആലയത്തിലും വീടുതോറും യേശു ക്രിസ്തുവിനെ ഉപദേശിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥ ശുശ്രൂഷ. ഹല്ലേലൂയ. സാഹചര്യം അനുകൂലമായാൽ മാത്രം ചെയ്യുന്ന സേവനമല്ല, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ തുറന്നു നിൽക്കുന്ന ജീവിതമാണ്. ഹല്ലേലൂയ. ഇന്നത്തെ സഭയോടുള്ള ദൈവത്തിന്റെ ദൂത്, ആമേൻ, ഇന്നത്തെ സഭയോടുള്ള ദൈവത്തിന്റെ ശബ്ദം. പ്രിയ ദൈവമക്കളെ, ഇന്ന് ദൈവം അത്ഭുതങ്ങൾ മാത്രം അന്വേഷിക്കുന്ന ഒരു സഭയെ വിളിക്കുന്നില്ല. അവൻ അതേ വിശുദ്ധതയുള്ള ഒരു സഭയെ വിളിക്കുന്നു. വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്ന സഭയെ വിളിക്കുന്നു. ധൈര്യമുള്ള ഒരു സഭയെ വിളിക്കുന്നു. സുവിശേഷം പറയാൻ തയ്യാറായ ഒരു സഭയെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുന്ന ഒരു സഭയെ വിളിക്കുന്നു. ക്രിസ്തുവിനെ മാത്രം മഹത്വപ്പെടുത്തുന്ന ഒരു സഭയെ വിളിക്കുന്നു. നിത്യ ജീവിതത്തിനു വേണ്ടി ആമേൻ നിലകൊള്ളുന്ന ഒരു സഭയെ വിളിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനെ അനുഗ്രഹങ്ങൾക്ക് ആയി മാത്രമാണോ അന്വേഷിക്കുന്നത്? അവൻ നിങ്ങളുടെ കർത്താവും രക്ഷകനുമാണോ? യേശു നമ്മെ ഭൂമിയിൽ അനുഗ്രഹങ്ങൾ മാത്രം നൽകാനല്ല വന്നത്. ഹല്ലേലൂയ. ആമേൻ. ഒരു നല്ല വീടും ഒരു നല്ല കാറും, ആമേൻ, മക്കൾക്ക് നല്ല വിവാഹവും, ആമേൻ, നല്ല ആരോഗ്യവും ഈ ഭൂമിയിൽ തന്ന ഈ ഭൂമിയിൽ ജീവിതം, ആമേൻ, ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാനല്ല ദൈവം നമ്മെ വിളിക്കുന്നത്. ദൈവം നമ്മെ രക്ഷിച്ചത്, ഹല്ലേലൂയ, പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, നിത്യജീവൻ നൽകാൻ അത്രേ വന്നത്. ഹല്ലേലൂയ. അവന്റെ ക്രൂശ് ക്ഷമയുടെ അടയാളമാണ്. അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ പ്രത്യാശയാണ്. അവന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ശക്തിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ എൻ്റെ ആത്മാവിൽ ഒരു വ്യക്തമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. നിങ്ങൾ എത്ര പേര് ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ ചിലരെ നോക്കി ഞാൻ പ്രവചിക്കട്ടെ, കർത്താവ് തന്റെ സഭയെ വീണ്ടും ഉയർത്തുകയാണ്. ഇന്ന് രാത്രി ചില ആമേൻ ജീവിതങ്ങളെ ദൈവം വീണ്ടും ഉണർത്തുകയാണ്. പരിശുദ്ധാത്മാവ് വീണ്ടും തന്റെ ജനത്തിന്മേൽ തന്റെ ആത്മാവിനെ പകരുകയാണ്. വർഷങ്ങളായി നിശബ്ദമായിരുന്ന ആമേൻ ചില പ്രിയപ്പെട്ടവർ ശുശ്രൂഷകൾ ആമേൻ വീണ്ടും ആമേൻ പ്രാപിച്ച് ഹല്ലേലൂയ ജീവൻ പ്രാപിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ക്ഷീണിച്ച കൈകൾ വീണ്ടും ഉയരും. അണഞ്ഞുപോയ
തീ, ഹല്ലേലൂയ, ആ ആത്മീയ തീ വീണ്ടും ജ്വലിക്കും. ഈ രാത്രിയിൽ കർത്താവ് വിളിക്കുന്നത് കാണികളെ അല്ല, ശിഷ്യന്മാരെയാണ്. അവിടെ എന്ത് നടക്കുന്നു കാണാൻ വേണ്ടി ആമേൻ നടക്കുന്നവരുണ്ട്. ആമേൻ ചില പ്രാർത്ഥനയ്ക്ക് ചിലർ പോകുന്നത് എന്തിനാണെന്നറിയോ? അവിടെ എന്താ സംഭവിക്കുന്നത് കാണാനാണ്, അവിടെ ആരൊക്കെ വന്നെന്ന് കാണാനാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള കൂട്ടരെ അല്ല ദൈവം വിളിക്കുന്നത്. അവൻ വിളിക്കുന്നത് ശിഷ്യന്മാരെയാണ്. അമേൻ ചെല്ലുന്നിടത്ത് നിന്ന് അമേൻ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ചിലത് പ്രാപിക്കുവാൻ, ചിലത് പഠിക്കുവാൻ. അവൻ വിളിക്കുന്നത് കേൾവിക്കാരെയല്ല, സാക്ഷികളെയാണ്. ഓരോ കൂട്ടായ്മ കഴിയുമ്പോഴും, ഓരോ ആരാധന കഴിയുമ്പോഴും അവന്റെ സാക്ഷികളാകണം. ആമേൻ. അതെ, പത്രോസ് കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്നത് ആമേൻ പ്രാർത്ഥനയുടെ മറുപടിയാ, അതൊരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ. കാരാഗൃഹത്തിനകത്ത് പൗലോസും ശീലാസും ആരാധിച്ചു, പ്രാർത്ഥിച്ചു. ആമേൻ, അതൊരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ദർശനമുള്ള യോസേഫ് ആമേൻ ഒരു സാക്ഷ്യമാണ്. ആമേൻ. അവൻ ആമേൻ അതേ സഹോദരങ്ങളാൽ ഹല്ലേലൂയ പൊട്ടക്കണത്തിൽ വീഴേണ്ടി വന്നെങ്കിലും ദൈവം അവനെ ഒരു സാക്ഷ്യമാക്കി മാറ്റി. കുഴി കൊണ്ട് തീർന്നില്ല, ജയിൽ കൊണ്ട് തീർന്നില്ല, കാരാഗ്രഹം കൊണ്ട് തീർന്നില്ല. ഇന്ന് രാത്രി ആയിരിക്കുന്ന സാഹചര്യത്തിനകത്ത് നിന്ന് ആമേൻ ദൈവം ഒന്ന് എഴുന്നേൽപ്പിക്കുവാൻ, ആത്മാവിന്റെ നിറവോടെ, പൂർവാധിക ശക്തിയോടെ, മഹിമ കണ്ട സാക്ഷിയായി ലോകത്തിന്റെ അറ്റത്തോളം പോകുവാൻ ഹല്ലേലൂയ നിയോഗമുള്ളവരെ ആമേൻ രോഗികളാക്കി, ക്ഷീണിതരാക്കി, ആമേൻ അതേ ആമേൻ ഉറക്കി കിടത്തിയിരിക്കുന്ന മേഖലയ്ക്കകത്ത് നിന്ന് ഉണർത്തി ആത്മാവിന്റെ ശക്തിയോടെ ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ വിളിക്കുന്നത് കേൾവിക്കാരെയല്ല, സാക്ഷികളെയാണ്. അവൻ വിളിക്കുന്നത് പേര് മാത്രമുള്ള വിശ്വാസികളെ അല്ല, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ദൈവമക്കളെയാണ്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ കാണുന്നത് ഇതാണ്, വീടുകളിൽ പ്രാർത്ഥന വീണ്ടും ഉയരുന്നു. ഹല്ലേലൂയ. ആമേൻ. യുവജനങ്ങളുടെ ഹൃദയങ്ങളിൽ വിശുദ്ധിയുടെ തീ ജ്വലിക്കുന്നു. മാതാപിതാക്കളുടെ കണ്ണുനീർ വെറുതെയാകുന്നില്ല. ഈ തലമുറയിൽ നിന്ന് ദൈവവചനത്തെ സ്നേഹിക്കുന്ന ഒരു പുതിയ തലമുറ ഉയർന്നു വരുന്നു. ഇന്ന് രാത്രി എത്ര പേർ അത് സ്വീകരിച്ച് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. പ്രശസ്തി അന്വേഷിക്കാത്തവർ, ക്രിസ്തുവിനെ മാത്രം മഹത്വപ്പെടുത്തുന്നവർ, മനുഷ്യരുടെ കൈയടിയല്ല ദൈവത്തിന്റെ പ്രസാദമാണ് അന്വേഷിക്കുന്നവർ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയുള്ള ആമേൻ ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ജീവിക്കുന്നവർ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു തലമുറയെ കർത്താവ് ഒരുക്കുകയാണ്. ആമേൻ. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സുവിശേഷ പ്രവർത്തകൻ ഉയർന്നു വരാം. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നിന്ദിക്കപ്പെട്ട ഹന്നയുടെ ഉദരത്തിൽ നിന്ന് ഒരഭിഷക്തൻ പുറത്തു വന്നതുപോലെ ഇന്ന് രാത്രി നിന്ദിക്കപ്പെട്ട് കിടക്കുന്ന ചില ജീവിതങ്ങളെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. തകർന്നു കിടക്കുന്ന ചില ജീവിതങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്. ഈ തകർച്ചയ്ക്കകത്ത് നിന്ന്, ഈ പ്രതികൂലത്തിനകത്ത് നിന്ന്, ഈ പ്രതിസന്ധിക്കകത്ത് നിന്ന് ആമേൻ കല്ലുകൾ കൊണ്ട് ആമേൻ ഹല്ലേലൂയ അതേ ഒരു തലമുറയെ ആമേൻ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെന്ന് വിശ്വസിച്ച അബ്രഹാമിനെ പോലെ ഇന്ന് രാത്രി അനുസരണമുള്ളവരായി ആമേൻ കൽപ്പനകളെ ആമേൻ ലംഘിക്കാതെ നീ ഇത് ചെയ്യുവാൻ അതേ മടി കൈ നീക്കാഞ്ഞത് കൊണ്ടാ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ചിരിക്കുന്നുവെന്നാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എന്ത് പ്രതികൂലമായാലും, എന്ത് പ്രതിസന്ധിയായാലും ആമേൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഹന്നയെ പോലെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒരു തലമുറ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. അതേ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സുവിശേഷ പ്രവർത്തകൻ ഉയർന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളിൽ നിന്ന് കർത്താവിന്റെ ശുശ്രൂഷകൾ ഉയർന്നു വരും. ഹല്ലേലൂയ. നിങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥനയുടെ ആലയങ്ങളായി മാറും. പ്രൈസ് ദി ലോർഡ്.
എന്നാൽ ഓർക്കുക, ശുശ്രൂഷയുടെ ലക്ഷ്യം നമ്മുടെ പേര് ഉയരുക എന്നതല്ല, ക്രിസ്തു ഉയർത്തപ്പെടണം. അഭിഷേകത്തിന്റെ ലക്ഷ്യം ആമേൻ ആളുകൾ നമ്മെ കാണുക എന്നതല്ല, യേശുവിനെ കാണണം. അത്ഭുതങ്ങളുടെ ലക്ഷ്യം മനുഷ്യരെ വിസ്മയിപ്പിക്കലല്ല, മനുഷ്യരെ മാനസാന്തരത്തിലേക്കും നിത്യ ജീവനിലേക്കും നയിക്കലാണ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ നമുക്ക് വീണ്ടും ഹൃദയം ഹല്ലേലൂയ കർത്താവിന് സമർപ്പിക്കാം. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ ഉപയോഗിക്കണമേ, എന്റെ ജീവിതത്തിൽ ക്രിസ്തു വെളിപ്പെടട്ടെ, പരിശുദ്ധാത്മാവേ എന്നെ നിറയ്ക്കണമേ, ഞാൻ എവിടെ ചെന്നാലും യേശുവിന്റെ സുഗന്ധം പരക്കട്ടെ, എന്റെ ജീവിതത്തിലൂടെ ആത്മാക്കൾ അങ്ങയിലേക്ക് വരട്ടെ, എന്റെ തലമുറ അങ്ങേ അറിയട്ടെ, എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കട്ടെ. ഹല്ലേലൂയ. അതെ, ഒരു ഉണർവ് വരുന്നു, ഒരു പുതിയ ഉണർവ് വരുന്നു, ഒരു പുതിയ സമർപ്പണം വരുന്നു, ഒരു പുതിയ ശുശ്രൂഷ ഉയർന്നു വരുന്നു. ഇന്ന് രാത്രി എത്ര പേരത് സ്വീകരിക്കുമെന്നാണ്? യെസ്. എന്നാൽ എല്ലാറ്റിന്റെയും കേന്ദ്രത്തിൽ ഒരാൾ മാത്രം. ഹല്ലേലൂയ. ഓ യേശു ക്രിസ്തു. അവനാണ് വഴി, അവനാണ് സത്യം, അവനാണ് ജീവൻ. അവനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കും. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഉയർത്തി ഓ നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ, എല്ലാ സ്തുതിയും, എല്ലാ ആരാധനയും, എല്ലാ പുകഴ്ചയും യേശു യേശു യേശുവാരിലും വലിയവൻ, യേശു യേശു യേശുവാരിലും മതിയായവൻ, യേശുവാരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവനന്മയ്ക്കായി ഭവിച്ചിടുന്നു, തിരുസ്വരമനുസരിച്ച നമുക്ക് മാവേനാകിലും കൃപയാരുളിടുമേ, ബലമാണിക്കുമേ, കൃപയാരുളിടുമേ, ബലമാണിക്കുമേ, മധുരമായി മധുരമായി മാറ്റിടുമേ, യേശു യേശു യേശുവാരിലും വലിയവൻ, യേശു ആമേൻ, യേശു യേശുവാരിലും മതിയായവൻ, യേശു. എല്ലാ കെട്ടുകളും അടച്ചാൽ ദൈവകരങ്ങളിൽ കേൾക്കപ്പെട്ട ദൈവാലോചനയുടെ മുമ്പാകെ സമർപ്പിച്ചാൽ, ഹല്ലേലൂയ, നമ്മെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ ജീവിത പങ്കാളിയെയും നമ്മുടെ കൂടപ്പുറപ്പിനെയും ആമേൻ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ ശക്തനാണ്, ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ മതിയായവനാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആത്മാവിന്റെ നിറവിൽ ഈ തലമുറയിൽ ദൈവനാമത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവത്തിനെ എഴുന്നേൽപ്പിക്കുക. സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ അവിടുത്തെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിന് നന്ദി. ഈ ലൈവിൽ പങ്കെടുത്ത ഓരോ സഹോദരനെയും സഹോദരിയെയും, ഓരോ മാതാവിനെയും പിതാവിനെയും കുഞ്ഞുങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വീണ്ടും നിറയ്ക്കണമേ.
ഭയത്തിന് പകരം ധൈര്യവും, നിരാശയ്ക്ക് പകരം പ്രത്യാശയും, ക്ഷീണത്തിന് പകരം പുതിയ ശക്തിയും നൽകണമേ. സത്യത്തിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിനെ ധൈര്യത്തോടെ സാക്ഷീകരിക്കുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. രോഗികളെ തൊട്ട് സുഖപ്പെടുത്തണമേ. തകർന്ന കുടുംബങ്ങളെ പണിയണമേ. ജോലി അന്വേഷിക്കുന്നവർക്ക് വഴി തുറക്കണമേ. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ. ഞങ്ങളുടെ സഭ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വളരട്ടെ. അനേകം ആത്മാക്കൾ യേശു ക്രിസ്തുവിനെ അറിയുവാൻ, മാനസാന്തരപ്പെടുവാനും നിത്യജീവൻ പ്രാപിക്കുവാനും ഇടയാകട്ടെ. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹദീന പ്രയർ. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. മാറാനാഥ എബനേസറായി ദൈവം കൂടെയിരിക്കും. ദൈവഹിതമായ നാളെ പകൽ 6:30 മണിക്ക് നമുക്ക് ഒരുമിച്ച് കൂടി വന്ന ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. See you again. God bless you. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, എൻ ഹൃദയം നിറച്ചിടണമേ. യേശുവിനെ വെളിപ്പെടുത്ത എൻ ജീവിതം ഉപയോഗിക്കണമേ. തീ പോലെ എന്നിൽ ജ്വലിക്കണമേ. ജീവനദിയായി ഒഴുകേണമേ. എൻ ചിന്തയും എൻ വാക്കുകളും നിനക്കായി മാത്രം വിശുദ്ധമാകേണമേ. എൻ കൈകൾ അങ്ങേക്കായി ഉയരട്ടെ. എൻ ഹൃദയം നിനക്കായി തുറക്കട്ടെ. എൻ നാളുകൾ എല്ലാം കർത്താവേ നിന്റെ മഹത്വം പാടിടട്ടെ. ക്രൂശിൻ സ്നേഹം നിറഞ്ഞൊഴുകട്ടെ. കൃപയുടെ വെളിച്ചം പറന്നിടട്ടെ. എൻ നടപ്പിലും എൻ ജീവിതത്തിലും ക്രിസ്തു മാത്രം കാണപ്പെടട്ടെ. ഹല്ലേലൂയാ ഉയർന്നിടട്ടെ. ആരാധന നിനക്കായി ഉയരട്ടെ.
നിനക്കെന്നേക്കും സർവ